ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മ നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വീണ്ടും ഒരു ശനിയാഴ്ച അല്ലേ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ കല്യാണമായിരുന്നു ബർമിംഗ്ഹാമിൽ. അപ്പോൾ ആൻറ്റിയുടെ മകൻ്റെ, മമ്മിയുടെ സിസ്റ്ററിൻ്റെ മകൻ്റെ. അപ്പോൾ അതൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു. പിന്നെ അതിൻ്റെയൊക്കെ ക്ഷീണം മാറി തിരിച്ച് വീട്ടിലൊക്കെ എത്തി നല്ല റെസ്റ്റൊക്കെ എടുത്തു. അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. ഇന്നെനിക്ക് ഓഫാണ്. പിന്നെ നിങ്ങൾക്കൊക്കെ എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം. ഇവിടെ ഒരു ഇരുണ്ട് മൂടിയ ഒരു കാലാവസ്ഥയാണ്. സമ്മറിൻ്റേതായിട്ടുള്ള വെയിലും കാര്യങ്ങളൊന്നുമില്ല. ഇത് കണ്ടില്ലേ, ഒരു എന്താണ്, ഒരു തണുപ്പൻ മട്ട്. നമുക്കൊരു മഴ പെയ്യുന്ന ഒരു ഫീലിങ്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ അന്നും എടുത്ത സാരിയൊക്കെ ഒന്ന് പുറത്തിട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ്ട് ഒരു ചെറിയ കാറ്റും പിന്നെ ഒരു തണുപ്പൻ കാലാവസ്ഥയും മഴ പെയ്യുന്ന ഒരു ഫീലിങ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാലാവസ്ഥ. വെയിലൊന്നുമില്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ്ട് മീൻ മത്തി മേടിച്ചായിരുന്നു. അപ്പം മത്തിയൊക്കെ വറുത്ത് വെച്ചു. പിന്നെ ഇന്നലത്തെ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പോർക്ക് കുക്കറിൽ അടിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുമില്ല. പിന്നെ ഇവിടുത്തെ കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ വരുത്തിയിട്ടുണ്ട്. കുറച്ച് ഫോട്ടോ ഫ്രെയിമുകളും കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കാണിച്ചായിരുന്നു ഈ ഒരു പൂവ് കേട്ടോ. ഇതൊരു അടിപൊളി പൂവാണ്, ഒറിജിനലാണ് കേട്ടോ. കണ്ട ഒരു ആർട്ടിഫിഷ്യൽ പോലെ ഉണ്ട്. നല്ലൊരു പൂവ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വേറൊരു പൂവായിരുന്നു, റെഡ് കളറുള്ള. നിങ്ങൾക്ക് വീഡിയോസിലൊക്കെ കാണാൻ പറ്റും, പഴയ വീഡിയോസിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ചീഞ്ഞു പോയി. അപ്പം പുതിയ ഒരു ചെടിയാണ്, പ്ലാന്റാണ് മേടിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതുണ്ടോ, ഇതെല്ലാം പുതിയതാണ് കേട്ടോ. ഇത് ഈ നടുക്കത്തെ കണ്ടു കഴിഞ്ഞാൽ, പിങ്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല ഒറിജിനലാണെന്ന് തോന്നും. പക്ഷെ അത് ഒറിജിനലല്ല സത്യം പറഞ്ഞത്. പിന്നെ ഇതെല്ലാം ആർട്ടിഫിഷ്യലാണ് കേട്ടോ. ഇതിനൊന്നും വലിയ റേറ്റുകളൊന്നുമില്ല. ഇതിന് ഏകദേശം എനിക്കൊന്ന് 8 പൗണ്ട് സംതിങ്ങേ ഉള്ളൂ. പിന്നെ ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ നാട്ടിലത്തെ ഒരു ചെടിയാണല്ലോ. ഇത് മിനിഞ്ഞാന്ന് ഇവിടുന്ന് മേടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് വേറൊരു ചെടിയായിരുന്നല്ലോ, അത് അതിൻ്റെ പൊസിഷൻ മാറ്റി ഇപ്പോൾ ഇതാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഒട്ടും വീടിനകത്ത് കുറച്ച് പച്ച കളർ ചെടികളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമുക്കൊരു ഒരു ശൂന്യമായ ഒരു അവസ്ഥയാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ടാണ് പുതിയ പുതിയ ചെടികളൊക്കെ മേടിച്ച് വെച്ചത്. പിന്നെ ഇത് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ചെറിയ ചെടി ഇങ്ങനെ നമ്മുടെ സോഫയുടെ സൈഡിൽ ഇങ്ങനെ മേടിച്ച് വെച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇത് മിനിയാന്ന് മേടിച്ച ചെടിയാണ്. നല്ലൊരു ചെടിയാണ് കേട്ടോ, എനിക്കിഷ്ടമുള്ള നമ്മുടെ നാട്ടിലത്തെ ഒരു കോമൺ ചെടിയാണല്ലോ ഇത്. അപ്പോൾ ഇതൊക്കെ ഹസ്ബൻഡിൻ്റെ ഒരു ഭയങ്കര ഐഡിയാസാണ് കേട്ടോ. പുള്ളിക്ക് ചെടികൾ അല്ലെങ്കിൽ ഇതുപോലെ ഫ്രെയിം കാര്യങ്ങളൊക്കെ അതിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. എനിക്ക് ഇതൊക്കെ കാണാനാണ് ഇൻട്രസ്റ്റ് കേട്ടോ. പുള്ളി ഇതൊക്കെ മേടിച്ചു നോക്കേ. പിന്നെ അതുപോലെ ഇതുണ്ട്, ആ ഒരു ചെടി കുഞ്ഞു ചെടിയാണെങ്കിലും അത് ഭംഗിയാണ്. ഇങ്ങനെ വരയ്ക്കാത്ത കുറച്ച് ചെടികളൊക്കെ പച്ചപ്പം നമ്മുടെ നാടിൻ്റെ ഫീലിങ്സ് കാര്യങ്ങൾ ഉള്ളപ്പോൾ ഒരു രസമല്ലേ കാണാൻ. ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ. ഇതിങ്ങനെ ചെറിയ ചെറിയ ചെടികളൊക്കെ ആണ് മേടിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ അപ്പുറം വെച്ച ചെടിയാണ്, ഇത് ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്തു വെച്ചു. നല്ലൊരു ഫോട്ടോ ഫ്രെയിം, ഇത് കഴിഞ്ഞൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയില്ലേ. അതുപോലെ വീടിൻ്റെ അകത്ത് അപ്സ്റ്റെയറിലും കുറേ ചെടിയല്ല മറ്റേ ഇതൊക്കെ മേടിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഫ്രെയിമുകൾ. പിന്നെ ഇത് നമ്മൾ ടേബിളിന് മുകളിൽ വെക്കുന്ന ഒരു ചെറിയ പ്ലാസ്റ്റിക് ചെടി, കാണാൻ നല്ല ഭംഗിയാണ്. ഇതിനൊന്നും വലിയ റേറ്റൊന്നും ഇല്ല കേട്ടോ. ഇതിന് എനിക്ക് തോന്നുന്നു എത്രയാണ്, 4 പൗണ്ട് സംതിങ്ങേ ഉള്ളൂ. പിന്നെ ഈ 2 സ്റ്റാൻഡുകൾ ഇവിടെ ഇല്ലായിരുന്നു. അപ്പം പുതിയത് പുള്ളി ഇന്നലെ പോയി മേടിച്ചിട്ടൊന്ന് ഫിറ്റ് ചെയ്തതാണ്. എന്ത് രസമുണ്ടല്ലേ, ഇങ്ങനെ 2 സ്റ്റാൻഡുകൾ ഇങ്ങനെ മുകളിലും താഴെയായിട്ടിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ. ഇതൊക്കെ പുള്ളിയുടെ ഐഡിയ ആണ്. പുള്ളിക്ക് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് കണ്ടില്ലേ, ഇത് തൂങ്ങിക്കിടക്കുന്ന ചെടികളും പിന്നെ ഗ്ലോബ് കാര്യങ്ങൾ. ഞങ്ങളുടെ സ്റ്റീവിൻ്റെ ആദ്യ കുർബാനയുടെ ഒരു നല്ലൊരു ഫോട്ടോ നല്ല ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു ചെറിയ മഴക്കാറൊക്കെയാണ് തോന്നുന്നു, മഴയൊക്കെ പെയ്യുന്ന ചെറുതായിട്ട് തൂളുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്നാന്ന് വിശേഷം, ഇന്ന് എനിക്ക് ഓഫാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നാളെ ഓഫാണ്. അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. ഇവിടെ എല്ലാവരും ദൈവം അനുഗ്രഹിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നു കേട്ടോ. നിങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം അങ്ങ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.